أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫിലെ 16, 17, 18 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته. وإذ اعتزلتموهم, നിങ്ങൾ ഒഴിവാക്കി പോന്ന സന്ദർഭം അഥവാ പോന്നത് കൊണ്ട്, നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോന്നത് കൊണ്ട്, വൈദ്യത്തൽത്തുമോഹം, നിങ്ങൾ അവരെ വിട്ടൊഴിഞ്ഞു പോന്നത് കൊണ്ട്, വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്നതിനെയും വിട്ടൊഴിഞ്ഞു പോന്നത് കൊണ്ട്, അവരെയും അള്ളാഹുവിനെ അല്ലാതെ അവർ ആരാധിക്കുന്നവയെയും വിട്ടൊഴിഞ്ഞു പോന്നത് കൊണ്ട്, ഫഉ, നിങ്ങൾ അഭയം തേടിക്കൊള്ളുക, ഇലൽ കഹ്ഫി, ഗുഹയിലേക്ക്, നിങ്ങൾ ഗുഹയിൽ അഭയം തേടിക്കൊള്ളുക. യൻശുർ ലക്കും, നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും, അഥവാ നിങ്ങൾക്കവൻ വിശാലത കൈവരുത്തി തരും. റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ, യൻശുർ ലക്കും റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് വിശാലത ഉണ്ടാക്കിത്തരും. മിർ റഹ്മത്തിഹി, അവൻ്റെ കാരുണ്യത്തിൽ നിന്നും. വയുഹയ്യിഉ ലക്കും, നിങ്ങൾക്കവൻ സൗകര്യപ്പെടുത്തി തരികയും ചെയ്യും. മിൻ അംരിക്കും, നിങ്ങളുടെ കാര്യങ്ങളിൽ. മിർഫഖ, ഏറ്റവും എളുപ്പമായ, ഏറ്റവും സൗകര്യപ്രദമായ രൂപം, സൗകര്യപ്രദമായ വിധം. വതറ ശംസ, സൂര്യനെ താങ്കൾക്ക് കാണാം. ഇദാ തലഅത്, അത് ഉദിച്ചു വരുമ്പോൾ, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിനെ താങ്കൾക്ക് കാണാം. തസാവറു അൻ കഹ്ഫിഹിം, അവരുടെ ഗുഹയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ദാത്തൽ യമീനി, വലത് ഭാഗത്തേക്ക്. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിനെ താങ്കൾക്ക് കാണാം, അത് വലത് ഭാഗത്തേക്ക് മാറി നിൽക്കുന്നതായിട്ട് ഗുഹയുടെ. വൈദാ ഗറബത്ത്, ഇനി ആ സൂര്യൻ അസ്തമിക്കുമ്പോഴോ, തഖരിളുഹും ദാത്ത ശിമാലി,
അവരെ വിട്ടകന്ന് ഇടത് ഭാഗത്തേക്ക് പോകുന്ന ആയിക്കണം. തക്കരതും അവരെ കടന്നു പോകുന്നതാകാം. ദാത്ത ഷിമാലി, ഇടത് ഭാഗത്തേക്ക്. വഹും, അവരാകട്ടെ ഫീ ഫജ്വത്തി മിൻഹു, അതിൻ്റെ ഏറ്റവും വിശാലമായ സ്ഥലത്താണുള്ളത്. ആ ഗുഹയുടെ ഏറ്റവും വിശാലമായ സ്ഥലത്താണ് അവരുള്ളത്. ദാലിക്ക, അത് മിൻ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. മൻ യഹ്ദില്ലാഹു, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുകയാണ് എങ്കിൽ, ആർക്കെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നേർമാർഗം കാണിച്ചു കൊടുക്കുകയാണ് എങ്കിൽ, വഹുവൽ മുഹ്തദി, അവൻ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവൻ. അള്ളാഹു ആർക്കാണോ നേർമാർഗം കാണിച്ചത് അവൻ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവൻ. വമൻ യുളിൽ, ഇനി ആരെങ്ങാനും അവൻ മാർഗഭ്രംശം സംഭവിക്കുകയാണെന്ന് വിചാരിച്ചാൽ, ദുർമാർഗത്തിലേക്ക് ആരെങ്കിലും ആക്കുന്നുവെങ്കിൽ, ഫലൻ തജിദ ലഹു, അവന് കാണാനേ കിട്ടുകയില്ല വലിയൻ, ഒരു രക്ഷാധികാരിയെ, മുർഷിദ, അവന് നയിക്കാൻ പറ്റുന്ന. ആരെങ്കിലും അള്ളാഹു ദുർമാർഗത്തിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ അവനെ നയിക്കാൻ പറ്റുന്ന ഒരു മുർഷിദിനെയും ഒരു രക്ഷാധികാരിയെയും അവന് കണ്ടെത്താൻ കഴിയില്ല. വതഹ്സബു, താങ്കൾക്ക് തോന്നും, താങ്കൾ വിചാരിക്കും, അയക്കാലൻ, അവരുണർന്നിരിക്കുകയാണ് എന്ന് താങ്കൾക്ക് തോന്നും. വഹും റുഖൂദ്, എന്നാൽ അവർ ഉറങ്ങുകയാണ്. വഹും റുഖൂദ്, എന്നാൽ അവർ ഉറങ്ങുകയാണ്. വനുഖല്ലിബുഹും ദാത്തൽ യമീനി ദാത്ത ശിമാൽ, വനുഖല്ലിബുഹും, നാം അവരെ മറിച്ചിടും. ദാത്തൽ യമീനി ദാത്ത ശിമാൽ, ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും ഒക്കെ, ഇടത്തും വലതും ഭാഗത്തേക്ക് നാം അവരെ മറിച്ചിട്ടുകൊണ്ടേയിരിക്കും. വകൽബുഹും, അവരുടെ നായ, ബാസിത്തുൻ, വിരിച്ചു വെച്ച രൂപത്തിലാണ്, നീട്ടിവെച്ച രൂപത്തിലാണ്. ദിറാഇഹി, അതിൻ്റെ രണ്ട് കൈകൾ, കൈമുട്ടുകൾ, ബിൽ വസീദി, ഗുഹാമുഖത്തേക്ക്. അവരുടെ നായ അതിൻ്റെ രണ്ട് കൈമുട്ടുകൾ ഗുഹാമുഖത്തേക്ക് നീട്ടിയിട്ട രൂപത്തിലാണ്. ലവിത്തലഴുത്ത അലൈഹും, താങ്കളെങ്ങാനും അവരിലേക്ക് എത്തി നോക്കുകയാണ് എങ്കിൽ, ലവിത്തലഴുത്ത അലൈഹും, താങ്കളെങ്ങാനും അവരിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ, ലവല്ലൈത മിൻഹും ഫിറാറൻ, താങ്കൾ പിന്തിരിഞ്ഞോടും. ലവല്ലൈത്ത, താങ്കൾ പിന്തിരിയും, മിൻഹും, അവരിൽ നിന്ന്, ഫിറാറൻ, ഓടിക്കൊണ്ട് താങ്കൾ അവരിൽ നിന്ന് പിന്തിരിഞ്ഞോടും. വല മുലീത്ത മിൻഹും, താങ്കളിൽ നിറഞ്ഞിരിക്കും റുഅബ, ഭയം, താങ്കൾ അങ്ങേയറ്റം ഭീതി പൂണ്ടവനായിത്തീരുകയും ചെയ്യും. ഗുഹാവാസികളുടെ അവസ്ഥയെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു വന്നത്. ഇവിടെ ഗുഹയിലേക്ക് അവർ പ്രവേശിക്കാനുള്ള അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതായത് വൈദികത്തെ സ്ഥലത്ത് മുഹുമായ ആബുദൂനയില്ല, അവരെയും അവരാരാധിച്ചുകൊണ്ടിരിക്കുന്നവയെ, അള്ളാഹു അല്ലാതെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവയെയും നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുന്നത് കൊണ്ട് ഇനി നിങ്ങൾക്ക് ഗുഹയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ അള്ളാഹു അല്ലാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുഴുവൻ സംഗതിയെയും ഒഴിവാക്കിയിട്ട് ആ നാട്ടുകാരെ തന്നെയും ഒഴിവാക്കി നിങ്ങൾ വരുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഗുഹയിലേക്ക് പ്രവേശിക്കാം. ഇത് അവർ പറഞ്ഞതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞതായും അതല്ല അവർ തന്നെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായും ഒക്കെ പറയാൻ പറ്റും. പരസ്പരം പറഞ്ഞതാവാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ നിങ്ങൾ അവരൊക്കെ വിട്ടില്ലേ, ഇനി നിങ്ങൾ ഗുഹയിലേക്ക് പ്രവേശിച്ചോളൂ. യൻഷുർലക്കും റബ്ബുക്കും റഹ്മതി, രക്ഷിതാവ്, നിങ്ങളുടെ രക്ഷിതാവ് അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശാലത നൽകും. ഇനി നിങ്ങളുടെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളുന്നത്. ഇതുവരെ അവരെ പാത്തും പതുകിയും നിൽക്കേണ്ടിയിരുന്നല്ലോ. വിശ്വാസികളായതിൻ്റെ പേരിൽ ഒരുപാട് ഉപദ്രവങ്ങൾ അവരിൽ നിന്ന് ഏറ്റിരുന്നല്ലോ. ഇനി അതിനൊന്നും ആവശ്യമില്ല. ഇനി മുഴുവൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അള്ളാഹു വിശാലമായ രൂപത്തിൽ നിങ്ങളെ കാരുണ്യം കൊണ്ട് പൂത്തിയും.
അതുപോലെ തന്നെ വയുഹൈലക്കും മിൻ അംരിക്കും മിർഫഖ, ഒരു റഫീഖ് ഒരു ഏറ്റവും ആത്മമിത്രം ചെയ്യുന്നത് പോലെ അത്രയും അടുത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരും. ഇങ്ങനെയാണ് ആ ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ട് ഗുഹയിൽ അള്ളാഹു വരുത്തിയിട്ടുള്ള മാറ്റം, ഗുഹയിലേക്ക് ഒരു സമയത്തും സൂര്യപ്രകാശം, സൂര്യൻ്റെ വെളിച്ചമല്ല, സൂര്യൻ്റെ ചൂട് ഒരിക്കലും ഏൽക്കാത്ത രൂപത്തിലായിരുന്നു ഗുഹയുടെ ക്രമീകരണം. ഗുഹാമുഖം വടക്കോട്ട് തുറക്കപ്പെട്ടതായിരുന്നു എന്നും സൂര്യൻ ഉദിക്കുമ്പോൾ അത് ഗുഹയുടെ വലതുഭാഗത്തും അസ്തമിക്കുമ്പോൾ സൂര്യൻ ഗുഹയുടെ ഇടതുഭാഗത്തുമായിരുന്നു എന്നും, അഥവാ സൂര്യൻ്റെ പ്രകാശം ഗുഹക്കുള്ളിലേക്ക് കടക്കുമായിരുന്നില്ല എന്നും, എന്നാൽ കാറ്റ് അവർക്ക് ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരുന്നുവെന്നും ഫുഖഹാക്കൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിഭാഗം പറഞ്ഞത് സൂര്യപ്രകാശത്തെ അവർക്ക് ഏൽക്കാതെ കണ്ട് ഏത് ഭാഗത്തു കൂടെയാണ് സൂര്യൻ വരുന്നതെങ്കിലും ആ ചൂട് മറ്റൊരു ദിക്കിലേക്ക് അള്ളാഹു മാറ്റിയിട്ട് അവരെ സംരക്ഷിച്ചിരുന്നു എന്നുമാണ്. ആ നിലയ്ക്ക് ഇത് അവർക്ക് അള്ളാഹു നൽകിയ ഒരു വലിയ അനുഗ്രഹമായിരുന്നു എന്നാണ്. കാരണം സൂര്യൻ്റെ ആ ചൂട് അവർക്ക് തീരെ ഏൽക്കാത്ത രൂപത്തിൽ അവരവിടെ കിടത്തി ഉറക്കുകയായിരുന്നു അള്ളാഹു ചെയ്തത്. അവർക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു വിഷമവും അവർക്കുണ്ടാവില്ല. പക്ഷേ അവരെ കണ്ടാൽ തോന്നും അവരിങ്ങനെ എണീറ്റ് നിൽക്കുകയാണെന്ന്. പക്ഷേ അതേസമയം അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്, തഹ്സബുഹും ഐഖാളൻ, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം മറ്റുള്ള ആളുകൾ അവരെ വീക്ഷിക്കുകയാണെന്ന് വിചാരിച്ചാൽ, താങ്കൾ അവരിലേക്ക് ചെല്ലുകയാണെന്ന് വിചാരിച്ചാൽ താങ്കൾക്ക് തോന്നും അവർ ഉറങ്ങുകയാണ്, അല്ല അവർ എണീറ്റ് നിൽക്കുകയാണെന്ന്. കാരണം കണ്ണടഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ കണ്ണടച്ചിട്ട് ഉറക്കുകയായിരുന്നുണ്ടായിരുന്നത്, അവർ കണ്ണ് തുറന്ന് വെച്ചുകൊണ്ടായിരുന്നു അള്ളാഹു അവരെ ഉറക്കിയത്. അപ്പോൾ അവർക്ക് ചെയ്തു കൊടുത്തൊരു സംഗതി തന്നെ, അവർ ആര് വന്നു വെച്ചാലും പെട്ടെന്ന് അവർ കണ്ണൊക്കെ തുറന്ന് നിൽക്കുന്നമായിരിക്കും. അപ്പോൾ ഇപ്പോൾ അവരെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ ആർക്കും തോന്നൂല. അതുപോലെ വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ മറച്ചിടും അള്ളാഹു. എന്തിന്? കാരണം ഒരേ ഭാഗത്തേക്ക് മാത്രം നിൽക്കാൻ ചെതൽ പിടിച്ച് പോകും അവരെ ചെയ്യാമല്ലോ. പക്ഷേ അള്ളാഹുവിന് വേണമെന്ന് വെച്ചാൽ അതൊന്നും ഇല്ലാതെ ചെയ്യാം. പക്ഷേ മനസ്സിലാക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇതിനെ വ്യാഖ്യാനിച്ച് കൊടുക്കുക. ഇടത്തേക്കും വലത്തേക്കൊക്കെ മറിച്ചിട്ടിട്ട് കണ്ണ് തുറന്ന അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അവരെ നടുവിൽ കൽബുഹും ബാസിത്തും ഒരു നായ ഇങ്ങനെ നിൽക്കുക അവരുടെ തൊട്ട് മുന്നിലായിട്ട്. ആ നായയുടെ കാല്, മുൻകാലുകൾ അഥവാ കൈകൾ, അതിനെ മുട്ട് വരെയുള്ള ഭാഗം നീട്ടി അങ്ങനെ മുന്നോട്ട് നീട്ടി ഗുഹാമുഖത്തേക്ക് നീട്ടി വെച്ചിട്ടുണ്ട്. ഇതും 300 വർഷം ഈ നായയും ഇതേപോലെ കിടക്കുകയാണ്. കൽബഹും ബാസിത്തും ദിറാഇഹി ബിൽ വസീദ്, ഗുഹാമുഖത്തേക്ക് കൈ നീട്ടി വെച്ചുകൊണ്ട്, ആ മുൻകൈ നീട്ടി വെച്ചുകൊണ്ട് ആ നായ അവിടെ അങ്ങനെ കിടക്കുക. ആ നായനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആര് വന്നിട്ടുണ്ടെങ്കിലും പേടിച്ച് ഓടല്ലാതെ ഒരു മാർഗം ഉണ്ടാവില്ല. വല മുലീത്ത മിൻഹും റുഅബ, വളരെ വലിയ ഭയം ഉള്ളിൽ നിറക്കാൻ അത് പര്യാപ്തമായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, അവരെ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് ഒരു നിലക്കും ഉപദ്രവിക്കാൻ തോന്നാത്ത വിധം അവരെ അള്ളാഹു അതിനുള്ളിൽ സംരക്ഷിക്കുകയും കണ്ണ് തുറന്നുകൊണ്ട്, അതേപോലെ നായയുടെ സാന്നിധ്യം, അതുപോലെ തന്നെ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ അങ്ങനെ മാറി മാറി കിടക്കുന്നുണ്ട്. ഇത് അള്ളാഹു അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുകയും പൂർണ്ണമായി ഉറങ്ങുകയായിരുന്നു എന്നും ആർക്കും മനസ്സിലാക്കാത്ത രൂപത്തിൽ റബ്ബിനെ സഹായിക്കുന്ന അവസ്ഥയിൽ, റബ്ബിൻ്റെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളാൻ തയ്യാറാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഈ രൂപത്തിലെല്ലാം സഹായങ്ങൾ നൽകും എന്നത് ഉറപ്പാണ്. റബ്ബ് നമ്മയും സഹായിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.